ദൈവനാമത്തിന്റെ മഹത്വം. ഇന്ന് ആരാധനയുള്ള ബന്ധത്തിൽ ഈ സഭയിൽ പാന്തത്തോളം ദൈവം ഇടവരുത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തമ്പിച്ചേർന്നൊക്കെ കൂടെ ഇരിക്കേണ്ടത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ കുറച്ച് സമയം എന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ വളരെയധികം വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം സ്നേഹ സദ്യക്കായി കൂടി വന്നു. വളരെ നല്ല കാര്യമാണ്. വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങനെ കൂടുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നാൽ അതിനെ തുടർന്നുള്ള ചിന്ത എന്നെ ആ കാര്യത്തിനെ കുറിച്ചിട്ടല്ല ഞാൻ ചിന്തിച്ചത്. ദൈവം നമുക്ക് വേണ്ടി വലിയ ഒരു സദ്യ ഒരുക്കുകയുണ്ടായി. അത് പുതിയ നിയമത്തിലല്ല നാം കാണുന്നത്, പഴയ നിയമത്തിലാണ്. സെഫന്യാ പ്രവചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സെഫന്യാവ് 1:7 2 ഭാഗം ബി പാർട്ട്. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശദീകരിച്ചുമിരിക്കുന്നു. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ ദൈവത്തിന്റെ ആ യാഗസദ്യയെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ദൈവം ഒരുക്കിയ ഒരു സദ്യ, അനേക യാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ യാഗങ്ങളൊക്കെയും താൽക്കാലികമായ പാപശാന്തി ഉണ്ടാക്കുന്ന യാഗങ്ങളാണ്. എന്നാൽ ഇവിടെ കാണുന്ന ഒരു പ്രത്യേക വാക്ക് നാം ശ്രദ്ധിക്കണം. ഒരു യാഗസദ്യ, ഓരോ യാഗത്തെ കുറിച്ചാണ് വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ യാഗത്തിന്റെ പ്രത്യേകത, മറ്റൊരു യാഗവും ഇനി ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റൊരു യാഗം, താൽക്കാലികമായ പാപശാന്തി നൽകുന്നൊരു യാഗം നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു യാഗം മാത്രമാണ് ഏറ്റവും പ്രാധാന്യമായത്. മറ്റൊരു യാഗവും അതിന് ആവശ്യമില്ല. മാത്രമല്ല, അത് എന്നേക്കും പാപപരിഹാരം ഉണ്ടാക്കുന്നു എന്നാണ് അതിന് കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അഥവാ കുഞ്ഞാടിന്റെ ആ വിലയേറിയ രക്തത്തിൽ നിന്നും ഉണ്ടായ ഒരു യാഗമാണ്. നാം പാടുന്ന പാട്ടുണ്ടല്ലോ, ഏകയാഗത്താൽ വന്നു രക്ഷ, ഏകയാഗത്താൽ തീർന്നു ശിക്ഷ. ഏകയാഗത്താൽ ആ രക്ഷ വന്നു, ആ ശിക്ഷ എന്നേക്കുമായി തീരുകയുണ്ടായത്. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. എന്നാൽ സദ്യ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. യാഗസദ്യ, സദ്യയൊക്കെ നമുക്ക് ഇപ്പോഴാണ് ഫെമിലിയർ ആവുന്നത്. എന്നാൽ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ സദ്യ എന്നുള്ള കാര്യം ഇവിടെ വായിച്ചപ്പോൾ ഞാനത് വളരെ ചിന്തിച്ചു. സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ഒരിക്കലും അതൊരു ദുഃഖത്തിന്റെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു കാര്യമല്ല. എന്നാൽ ഇവിടെ യാഗം സദ്യയായി തീരുന്നു എന്ന് വരുമ്പോൾ അത് വളരെ ഒരു വൈരുദ്ധ്യമായി നമുക്ക് തോന്നുന്നു. കാരണം നാം യാഗങ്ങളെ കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ ആ യാഗസ്ഥലത്ത് കേൾക്കുന്നത് മൃഗങ്ങളുടെ കരച്ചില്, അതുപോലെ ആ യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്ന വ്യക്തികളുടെ ഹൃദയത്തിന്റെ വേദന, അല്ലെങ്കിൽ ഈ പാപപരിഹാരം അർപ്പിക്കുന്ന പുരോഹിതൻ തന്നെ മരണപ്പെട്ടു പോകുമോ എന്ന് ഉത്കണ്ഠപ്പെടുന്ന അവസ്ഥയിലുള്ള ഒരു കൂട്ടം വ്യക്തികളാണ് അവിടെ കാണുന്നത്. അതൊരിക്കലും സദ്യ ആകുന്നില്ല. കാരണം ഈ ദൈവം ഈ യാഗം പ്രസാദിക്കുന്നില്ലെങ്കിൽ അത് വളരെ അധികം പ്രശ്നങ്ങളാണ് എന്നുള്ള അവര് വളരെ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ മരണം അഥവാ യാഗം എങ്ങനെയാണ് സദ്യയാകുന്നത്? അനേകർക്ക് വേണ്ടി ആ മരണം, കർത്താവിന്റെ യാഗം നിത്യജീവൻ നൽകുന്നതുകൊണ്ടാണ്. അനേകർക്ക് നിത്യ സമാധാനം നൽകുന്നതുകൊണ്ടാണ്. അനേകർക്ക് നിത്യ ശാന്തി നൽകുന്നതാണ്. അത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ ഒരു മരണം മൂലം അനേകര് ദൈവത്തിലേക്ക് വരികയും അനേകര് നിത്യജീവന് അവകാശികളായി തീർന്നതുകൊണ്ടാണ് ആ യാഗമരണം ഒരു സദ്യ ആയിത്തീരുന്നത്, സന്തോഷത്തിന്റെ അവസ്ഥയായി തീരുന്നത്. വീണ്ടും മുൻപോട്ട് പോകാം. അത് ഒരുക്കി എന്നുള്ള വാക്ക് വായിക്കുകയാണ്. യാഗസദ്യ ഒരുക്കി. നാം പല കാര്യങ്ങളും വളരെ പ്ലാൻ ചെയ്ത് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അനേക കാര്യങ്ങൾ നാം പ്ലാൻ ചെയ്യാറുണ്ട്. ഇത് യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം ഒരുക്കിയ കാര്യമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ സാറിൽ നിന്ന് എനിക്ക് നേരിട്ട് കേൾക്കാനിടയായ സംഭവമാണ്. കാരണം ചെറിയ സാറും അന്ന് രോഗാവസ്ഥയിലായിരിക്കുന്ന KV സൈമൺ സാറും തമ്മിൽ പരസ്പര സംഭാഷണം നടത്തിയ കാര്യം ചെറിയ സാറ് കിഴക്കോട്ട സ്കൂളിൽ വന്നപ്പോൾ പ്രസംഗിക്കുന്നുണ്ടായി.
അദ്ദേഹത്തിനോട് ചോദിച്ചു, രണ്ട് ദൈവമക്കൾ കൂടുമ്പോൾ ദൈവികമായ കാര്യങ്ങളാണ് സംസാരിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, സൈമൺ സാറിനോട് ചോദിച്ചു, ഈ രക്ഷ എപ്പോഴാണ് ഒരുക്കിയത്? അന്ന് സൈമൺ സാറിന് സംസാരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, അദ്ദേഹം പറയാണ് ഇങ്ങനെ കൈകൾ അതിനു മുമ്പ് അവസാനം ചെറിയ സാറിന്റെ മനസ്സിൽ വന്നു, ആദിയുഗങ്ങൾ തുടക്കമായതിനു മുമ്പ് ആദിപര നിൻ പാവികളെ നിൻ ചേർത്തതിൻ അൻപേ എന്നുള്ള വാക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആദ്യം ഈ വരികളാണ് വന്നത്. പിന്നീട് ആ പാട്ടിന് മറ്റ് കാര്യങ്ങളൊക്കെ അത് എഴുതിയുണ്ടായി. അതാണ് ഒരുക്കി ദൈവം. എപ്പോഴും ഒരുക്കി? ആദ്യ യുഗങ്ങൾ തുടക്കമാകുന്നതിന് മുമ്പ്, അഥവാ ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കി എന്നുള്ളത് എത്രയോ സന്തോഷം നൽകുന്ന അവസ്ഥയാണ്. മാത്രമല്ല, നമ്മളെ ക്ഷണിച്ചു. കാലാകാലങ്ങളായി നാം വിളിക്കുന്ന ഓരോരുത്തരും ഈ ദൈവത്തിന്റെ ക്ഷണം സ്വീകരിച്ച് മുമ്പോട്ട് കടന്നു വന്നാലാണ്. എന്തെങ്കിലും യോഗ്യത നമുക്ക് ഉണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ നന്നായിരിക്കും. നമുക്ക് നമ്മുടെ ഏതെങ്കിലും കാര്യം വരുമ്പോൾ നാം നമ്മളെക്കാൾ ഉയർന്നവർ അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ആ രീതിയിലുള്ള ആൾക്കാർ മാത്രമേ നാം ക്ഷണിക്കാറുള്ളൂ. എന്നാൽ ഒരു യോഗ്യത നോക്കാതെ, ജാതി, മതം, വർണ്ണം, പണം, വിദ്യാഭ്യാസ യോഗ്യത ഒന്നും നോക്കാതെ ദൈവം തന്റെ ഈ സ്നേഹത്തിലേക്ക് നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. തീർന്നില്ല, ഒടുവിൽ കാണുന്നത് താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചിരിക്കും. ദൈവത്തിന്റെ വിശുദ്ധിയിലാണ് നാം ആയിരിക്കുന്നത്. നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മറ്റു വ്യക്തിയിലെ അനേക തെറ്റുകളും കുറ്റങ്ങളും കാണാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധിയിലായിരിക്കുന്നതുകൊണ്ടാണ് നാം ഈ മേശയ്ക്ക് ചുറ്റും ഇന്ന് ആയിരിക്കുന്നത്. ജോർജ് ജോഷി പാടി ഇപ്രകാരമാണ് അദ്ദേഹം പാടിയത്: സ്വന്തം പുത്രനെയും ബലി തരുവാൻ എന്ത് സ്നേഹമേനി ചൊരിഞ്ഞു പരം, അന്തമില്ല കാലം സ്തുതി പാടിയാലും തൻ കൃപയ്ക്കത് ബദലാണ്. ഒരിക്കലുമല്ല. കാരണം ഈ മേശ നീങ്ങിപ്പോവും കർത്താവിന്റെ വരവോടുകൂടി, അല്ലെങ്കിൽ നാം എടുക്കപ്പെടാം ഒരു പക്ഷേ മരണത്താൽ. എന്നാൽ അന്തമില്ലാ കാലം, ആ കാലം ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. നാം സ്വർഗത്തിൽ പോയാലും ആ അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് ദൈവം നമ്മുടെ ഒരു യോഗ്യത നോക്കാതെ നമ്മെ വിളിച്ചു, വേർതിരിച്ചു, വിശദീകരിച്ച് ഈ മേശയ്ക്ക് ചുറ്റും ഈ സാധന പടങ്ങൾ വെച്ച് കർത്താവിനെ ഓർക്കാൻ തക്കണം ഒരു ഭാഗ്യം നമുക്ക് നൽകി കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. നമുക്ക് തുടർന്നുള്ള സമയം ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തി അന്തമില്ലാ കാലത്തോളം കർത്താവിന് വേണ്ടി അവനെ സ്തുതിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനെ അനുഗ്രഹിക്കട്ടെ.